ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെക് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഞാൻ സൂര്യ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ താമസിച്ച വീട് മൊത്തത്തിൽ കാണിച്ചില്ലെങ്കിലും ആ ഒരു പരിസരമൊക്കെ എനിക്ക് കാണിക്കണം എന്നുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 9 years ഞാൻ ജീവിച്ച വീടാണ്. എൻ്റെ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഞാൻ ഇവിടെയായിരുന്നു. ആകെ ഞാൻ വെക്കേഷൻസിന്, ഇപ്പോൾ ക്രിസ്മസോ ഓണ വെക്കേഷൻസിനോ ഒറ്റപ്പാലത്തേക്ക് പോകുന്നല്ലാണ്ട് ബാക്കിയെല്ലാം ഞാനിവിടെയാണ്, ഇവരുടെ കൂടെയാണ്. അപ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് ഉള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും മെമ്മറീസാണ്. സ്റ്റിൽ എൻ്റെ മൈൻഡിൽ ഓരോന്നായി ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാനങ്ങനെ മറന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇങ്ങനെ മൈൻഡിലുണ്ടത്. എൻ്റെ കൂടെ വാവയുണ്ട്. ഇത് സൂര്യച്ചിയുടെ 2ാമത്തോനാണ്. ഇവനിപ്പോൾ എത്രയാ UKG. ഇവനെക്കാട്ടും 2 വയസ്സ് മുന്നേ ഞാൻ വന്നു, അത്രേ ഉള്ളൂ. 2.5 വയസ്സിലൂടെ വന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കുട്ടിക്കാലം ഇവിടെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് നിറയെ മെമ്മറീസ് ഉണ്ടാവുമല്ലോ. വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇടയിൽ കൂടെ, അപ്പോൾ ചിലപ്പോൾ ഒച്ചയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നാം. അപ്പോൾ ഞാൻ ഇവരുടെ റെൻറ്റിനാണ് താമസിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ല. അച്ഛൻ മാഹിയിൽ വർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അച്ഛന് ജോലി ആയതുകൊണ്ട് തന്നെ ഞാനും അമ്മയും ആണ് ആദ്യം വന്നത് അച്ഛൻ്റെ കൂടെ. സോ അങ്ങനെ ആദ്യം ഇവിടെയുള്ള പാരീസ് റെസിഡൻസി എന്ന് പറയുന്ന, തലശ്ശേരിക്കാർക്ക് അറിയുന്നുണ്ടാവും, പാരീസ് റെസിഡൻസി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാനും അമ്മയും അച്ഛനും നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം. ഓക്കെ, അപ്പം അവിടെയായിരുന്നു ഞങ്ങൾ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറേ വീടൊക്കെ തപ്പി അതൊന്നും എനിക്ക് മെമ്മറിയിലില്ല. എനിക്ക് ഇങ്ങോട്ട് പാരീസിൽ താമസിച്ചതും അത് മെയിനായിട്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ ആ വഴി പോകുമ്പോൾ ഇങ്ങനെ അച്ഛനും അമ്മയും പറയാറുണ്ട്, ഇവിടെ നമ്മൾ ആദ്യം താമസിച്ചിരുന്നത് രാത്രി നേരത്താണ് നമ്മൾ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വന്നത്. സോ ഈ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം ഏതാന്ന്. സോ ഇതായിരുന്നു വീട്. ഇവിടെയായിരുന്നു സൂര്യ ചേച്ചിയുടെ വീട്. ഇതിൻ്റെ മേലത് കണ്ടോ, ഇത് ഏട്ടൻ്റെ റൂമായിരുന്നു. ഇവിടെയായിരുന്നു മേലെ എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞ് ഇത് കൂടെയൊക്കെ അമ്മ കാണാണ്ടൊക്കെ ഇറങ്ങി കളിച്ചിട്ടൊക്കെ ഉണ്ട്. സോ ഇവിടെയാണ് താഴെ. ഇപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പണ്ടുണ്ടായിരുന്ന പോലെയല്ല. ഇവിടെയൊക്കെ കുറേ കളറിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്. ഇവിടെയൊക്കെ ബ്രൗൺ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ മേലെയൊക്കെ ഞാനിങ്ങനെ നിന്ന് നോക്കും. ഇത് കൂടെയൊക്കെ നടക്കുകയായിരുന്നു പണ്ട് അമ്മ കാണാണ്ട്. ഞാൻ പറയില്ലേ, ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുക, അമ്മ കാണാണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങും, എന്നിട്ടിങ്ങനെ കളിക്കും മേലെ. സൂര്യച്ചേച്ചി വിഷമിച്ച് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ തൊട്ട് എൻ്റെ ഹോബീസ് ഹോബീസ് ഇതൊക്കെയായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് മേലേക്ക് കാണിക്കുന്നില്ല. ഇവിടെയായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ ബെഡ്റൂം, ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞ ഈ ഒരു ജനല് അവിടെയായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാ കാര്യങ്ങളല്ല മെമ്മറീസ് അടിക്കാൻ വേണ്ടിയിട്ട്. പ്രാവശ്യം പോണില്ല, അവിടെ മേലെ പണി നടക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ ജനലിൻ്റെ നമ്മളൊരു ജസ്റ്റ് ഇവിടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട്, പണ്ടത്തെ സാധനങ്ങളും അതുപോലെ തന്നെ എൻ്റെ വാഷിംഗ് മെഷീനും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ ഹാള് അവിടെയാണ്. അത് വാതിലിങ്ങനെ തുറന്ന ഒരു വലിയ ഹോളാണ്, വിശാലമായൊരു ഹോളാണ്. അപ്പുറത്തൊരു ബെഡ്റൂം, ഏട്ടൻ്റെ ബെഡ്റൂം കാണിച്ചു തന്നില്ല. ഏട്ടൻ അവിടെയായിരുന്നു കുറച്ചതായപ്പോൾ. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മെമ്മറീസ് ഒരുമിച്ച് വരിക. ഞങ്ങൾ വന്നുല്ലോ, ഞാൻ 2.5 വയസ്സാകുമ്പോൾ ഞാനും അമ്മയും അച്ഛനും മാത്രമേ വന്നുള്ളൂ. സോ അവിടെ അത് കുറച്ച് ദിവസം നിന്നു. കുറച്ച് ദിവസം എത്രയൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഹോട്ടലിൽ നിന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് ഷിഫ്റ്റായി. ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. പിന്നെ ഇവിടെയായിരുന്നു എൻ്റെ ജീവിതം ഫുള്ള്. ഞാൻ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, അമൃതയിൽ. ഇവരിടയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഓട്ടോയിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കണം, ഇതെനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം, മെമ്മറി ആയി വെക്കേണ്ട ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അമൃതയിലായിരുന്നു. അതിൻ്റെ ആ സ്കൂൾ ഏതാന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അന്ന് വരുമ്പോൾ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചത്, അവിടെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്. അവിടെ പ്രിൻസിനെ കാണാൻ ഞാൻ എപ്പോഴും പോകാറുണ്ട്, എല്ലാ വട്ടം കാണാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഈ സ്കൂളിൻ്റെ എനിക്കൊരു മെമ്മറി ഉണ്ട്. എന്നെ 4 വയസ്സിലാണ് സ്കൂളിൽ വിടാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരിയായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കാൻ പോകണം. അച്ഛൻ അന്ന് മാരുതി 800 വണ്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കാറ് പോകാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെ വാശി പിടിച്ച് കാര്യം എനിക്ക് സ്കൂളിൽ പഠിക്കാൻ പോകണം. പക്ഷെ എനിക്ക് പ്രായമായിട്ടില്ല, എന്നെ 4.5 വയസ്സിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മാമി എന്ന് പറഞ്ഞാൽ സൂര്യ ചേച്ചി, രശ്മി ചേച്ചിയുടെ അമ്മ മാമി എന്നാണ് എന്നെ കൊണ്ട് വിളിപ്പിക്കാൻ തുടങ്ങിയാണ് ആ വയസ്സ് തൊട്ട്, മാമിയും പപ്പി. അപ്പം മാമി എന്ത് ചെയ്തു, ഈ സ്കൂളിൽ എന്നെ പഠിക്കാൻ വിട്ടു. ഇത് എനിക്കറിയുന്ന കുറച്ച് പേരോടൊക്കെ, ക്ലോസ് ആയിട്ടുള്ളവരോടൊക്കെ ഈ കഥ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ ഞാൻ ഒരു സ്കൂൾ ബാഗ് എടുത്തിട്ട്
പഠിക്കാൻ പോകും. ഒന്നും പഠിക്കാനില്ല, കുട്ടിക്കൊന്നും അറിയില്ല. ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ, ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ, ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ എന്നെ അവിടെ ഇങ്ങനെ ഇരുത്തും. ഞാൻ അങ്ങനെ പോവും. അത് ഞാൻ എങ്ങനെ പോവാതാ, ഇവിടെ ഒരിക്കൽ അച്ഛൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനൊരു മാരുതി ആയിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ ഫസ്റ്റ് വണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഷെഡൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഉണ്ടായിരുന്നില്ല, ഷെഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വാവേ വെയിറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മാരുതി ആയിട്ട് അച്ഛൻ ഇവിടെ നിന്ന് എടുത്തിട്ട്, കാർ ഇവിടെ നിന്ന് എടുത്തിട്ട്, ഇത്രയേ ഉള്ളൂ ഈ സ്കൂൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെയാണ് സ്കൂള്. ഞാൻ അവിടെ വരെ കാറിൽ പോവുമായിരുന്നു. കാറ് പോകാൻ ആർത്തിയുള്ളതുകൊണ്ട് കാറിൽ ഇവിടുന്ന് തൊട്ട് ഞാൻ അവിടെ വരെ പോവുമായിരുന്നു. എന്തോ ചെറുപ്പത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു മെമ്മറി എനിക്കുണ്ട്. അത് കഴിഞ്ഞ് സൂര്യ ചേച്ചി, രശ്മി ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ തൊട്ട് ഈ മാമിയുടെ അടുത്ത് വരികയായിരുന്നു. എന്നാൽ പോലും എനിക്കിപ്പോൾ ചേച്ചിമാരൊക്കെ പോയിട്ട് ബോറടി ഉണ്ടായിരുന്നു. അപ്പോൾ ദാ ആ കാണുന്നൊരു വീടുണ്ട്, അതായിരുന്നു അടുത്ത എൻ്റെ കളിസ്ഥലം. അവിടെ ഞാൻ പോയിട്ടില്ല, അവിടുത്തെ കുട്ടികളൊന്നും അവിടെ ഇല്ല. സോ അവിടെ ഞാൻ പോയിട്ടില്ല. അവിടെ ആയിരുന്നു അവന്തിക, അച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 2 കുട്ടികളുണ്ടായിരുന്നു, ചെറുതങ്ങളായിരുന്നു. ഞാൻ അവിടെ കളിക്കാൻ പോകുമായിരുന്നു ലാസ്റ്റ്. അവിടെയായിരുന്നു പിന്നെ അടുത്ത സ്ഥലം. അപ്പോൾ അവിടെയാണ് പിന്നെ മെമ്മറി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി ഇവിടെയാണ്. ഇവരൊക്കെ പോയപ്പോൾ ഇവിടെ ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി കളിക്കുമായിരുന്നു. അവിടെ തന്നെ ഫുഡ് കഴിക്കുക, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നൊരു കാലം. ലാസ്റ്റ് ഞാൻ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴേക്ക് അവിടേക്ക് പോകാൻ തുടങ്ങിയുള്ളൂ. അപ്പോഴേക്ക് ചേച്ചിമാർ 2 കല്യാണം കഴിച്ചു. ഇവിടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, പിന്നെ വേറെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ, പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ അതിൽ ഷെയർ ചെയ്യാൻ പറ്റുക നോക്കാം. സൂര്യ ചേച്ചീനെയും മാമീനെയും കൊണ്ട് അവർക്ക് എന്നെ കൊണ്ടുണ്ടായിരുന്ന കുറേ മെമ്മറീസ് ഉണ്ടാവില്ല, ഞാനുള്ളപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മെമ്മറീസ്, അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്യുമോ. കാരണം അവരിപ്പം തന്നെ ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർ കുറേ ഇങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ശരിയാ, ഇങ്ങനെ ഇവർ എന്നോടിപ്പം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ചൈൽഡ്ഹുഡ് കുറേ ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സിനോടും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള മെമ്മറീസൊക്കെ. അപ്പോൾ അതുപോലെ അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അവരിപ്പോൾ എന്നോട് പറഞ്ഞ കുറേ കഥകൾ ഉണ്ടാവുമല്ലോ, എന്നെ പറ്റിയിട്ടുള്ള കുഞ്ഞു ഓർമ്മകൾ അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ മേലത്തെ വീട് എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ പണിയൊക്കെ നടക്കണം, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ മേലത്തെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർഗമായിരുന്നു. കാരണം ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഞാനായിരുന്നു അവിടുത്തെ രാജാവ് എന്നുള്ള ഒരു സെറ്റപ്പായിരുന്നു. കാരണം എൻ്റെയാണ് സ്ഥലം ഫുൾ. ഏട്ടൻ അങ്ങനെ റൂമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, അമ്മയുടെ അച്ഛനും കൂടെ തന്നെയായിരുന്നു. എന്നാൽ പോലും ഞാനായിരുന്നു അവിടെ വലിയ ആള്. മേലൊരു ഹാള്, വലിയ 3 റൂമുകൾ, അതിൽ 2 റൂമേ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഒരു പൂജാമുറി, അതുപോലെ തന്നെ ഒരു വലിയ ഹാളെന്ന് പറഞ്ഞാൽ വലിയ ഹാളാണ്. ഒരു സോഫ ഇട്ട് നമ്മൾ ഇരിക്കുന്നു, അപ്പുറത്ത് വേറെ അതുപോലെയും ഒരു ഷോക്കേസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഷോക്കേസ് ആയിരുന്നു മെയിൻ കാര്യം. ആ ഷോക്കേസിൽ ഏട്ടൻ വന്ന ശേഷം ഏട്ടൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കും, എന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കും. എന്തിനാ, ഞാൻ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഏട്ടൻ ലോക്ക് ചെയ്ത് വെക്കും. കാരണം ഞാനെല്ലാം നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്യും, അതൊക്കെ ലോക്കാക്കി വെക്കും. സ്റ്റിൽ ആ ഒരു ടോയ്സ് ഒക്കെ ഏട്ടൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാം ഇപ്പോഴും ഏട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഏട്ടൻ, അതായിരുന്നു എനിക്ക് അവിടെയുള്ള ഏട്ടൻ്റെ കൂടെയുള്ള ഏട്ടൻ. എനിക്കൊന്നും മേലെ ഇരുന്നിട്ടേ ഇല്ല. ഞാൻ എല്ലാപ്പോഴും ഇങ്ങനെ താഴേക്ക് വരികയായിരുന്നു. ഫുൾ ടൈം താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും. സ്കൂൾ കഴിഞ്ഞാലോ ചേച്ചിമാർ പോയ ശേഷം അധികം വരൽ കുറവാണ്, താഴെ വന്ന് താമസിക്കലൊക്കെ കുറവാണ്. അങ്ങനെ എനിക്ക് ഇനി മെമ്മറീസ് ഉണ്ട്. ഇനി അഥവാ അവർ ഇതിലേതിലൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനതൊക്കെ ലാസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് മാഹി പോവും. മാഹി പോയിട്ട് നാളെ ഞാൻ തിരിച്ച് റിട്ടേൺ ഒറ്റപ്പാലത്തേക്ക് പോവും. ഹായ് ഡുഗു, സേ ഹായ് ടു മൈ യൂട്യൂബേഴ്സ്. ഹായ് യൂട്യൂബേഴ്സ്, എൻ്റെ പേര് എന്താ അറിയാം, വിയാണ്. എൻ്റെ ഫേവറേറ്റ് പാട്ട് അങ്ങാണ് കോടിയിലെ ക്ലാസ് 4 or 5. എവിടെ പഠിക്കുന്നത്? കുവൈറ്റില്. ഞാൻ ആരാ? ഇത് ലക്ഷ്മി. ലക്ഷ്മി ചേച്ചി എങ്ങനെ പരിചയം? ബിഫോർ മേലെ താമസിച്ചേനു, ഞാനൊന്നും ഉണ്ടാത്ത സമയം. നീ ഉണ്ടാവാത്ത സമയം. പിന്നെ അപ്പൊ നമ്മള് പരിചയപ്പെട്ടു. സൂര്യ ചേച്ചി രശ്മി ചേച്ചിക്ക് എന്റെ ആരാ? അതെന്റെ ആന്റിയും പിന്നെ എന്റെ സൂര്യ ചേച്ചി എന്റെ മദർ. ഓക്കെ, അവരെന്റെ ആരാ? എന്റെ മെയിൻ എന്റെ ആന്റി ചേച്ചിമാര്. സോ അങ്ങനെ ഞാൻ മേലെ താമസിച്ചിട്ടാണ് ഞാൻ അവരായിട്ട് ഇത്രയും കമ്പനി ആയത്. ആ കമ്പനി ഞാൻ നീ ആയിട്ടും വെക്കുന്നു അല്ലേ?
അല്ലേ? എന്നെയും വാവേനും. റോഹൻ എനിക്കറിയില്ല. റോഹൻ രശ്മി ചേച്ചിയാണ്. റോഹനെ എന്തായാലും മീറ്റ് ചെയ്തിട്ടില്ല. ഇവരെയാണെങ്കിൽ പിന്നെയും കണ്ടിട്ടില്ല. പിന്നെ കുഞ്ഞാകുമ്പോ തൊട്ടേ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്നെ കളിപ്പിച്ച ചേച്ചിമാരുടെ മക്കളാണിത് ഈ പ്രായത്തിലൊക്കെ. അപ്പൊ അവരെന്നെ വീട് കോഴിക്കോടാ. കോഴിക്കോട് പോണായ 2015. എന്റെ ഏജ് 10 വയസ്സ്. പക്ഷെ കുവൈറ്റിലാണ് ഇവരൊക്കെ അല്ലേ? അപ്പൊ ഞാൻ കുറച്ചധികം വേറെ വിശേഷങ്ങളൊക്കെ പിന്നെ ഷെയർ ചെയ്യാം. മാമിനെ കൊണ്ട് സൂര്യ ചേച്ചിനെ കൊണ്ട് മെമ്മറീസ് പറയാൻ പറ്റുമോ നോക്കട്ടെ. നിനക്ക് ഇപ്പൊ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനൊക്കെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? പറയ്, എന്ത് മെമ്മറി ഉള്ളത് നിനക്ക്? ഞാനായിട്ട് ലക്ഷ്മി ചേച്ചിയായിട്ട് എന്താ ഉള്ളേ? ചെറുപ്പത്തിൽ നീ എന്നെ കണ്ടുണ്ടോ? ഇല്ല. അപ്പൊ അന്ന് നമ്മൾ ബീച്ചിലൊക്കെ പോയത് അന്ന് കണ്ടിന്. 18 ഇയർ അബവ് ആവുമ്പോഴാ കണ്ടോറാ ഞാൻ. എനിക്ക് 18 വയസ്സാകുമ്പോഴാണ് ഇവൻ എന്നെ കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടു, പക്ഷെ ഇവന് ഓർമ്മയില്ല. പിന്നെ മെമ്മറി യൂട്യൂബ് സബ്സ്ക്രൈബർ നീ കണ്ടിട്ടുണ്ടോ എന്റെ യൂട്യൂബിലല്ലോ? ഇന്നലെ കണ്ടിന്. അത് ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ട് എന്റെ ഫേവറേറ്റ് പാട്ട് ഞാൻ സോങ് ചെയ്ത് അങ്ങ് വാന കോടിയിലെ ഇന്നൊരമ്പിലി അമ്പിലിക്കളക്കുള്ളിലെ ചോയ കൺമുയൽ തുരുത്തില് നീർപ്പരപ്പെല്ലിടറിടും അമ്പിലിക്കളക്കുള്ളിലെ ആമ കൊന്നോരോ ആമ കുറുമ്പതിയെ നെഞ്ചത്തെ പതിയല്ലോ ധാര കാടത്തൊള്ളാരാം ചെറുക്കും വെത്തിര ചെല്ലത്തിയോ പാതയും അറ്റയും വെറ്റിലിട്ട് വെക്കാം കുഞ്ഞിറമാനെ കഥ കേട്ടോ മെല്ലെ മീറി കേൾക്കുന്നില്ല പാട്ടൊക്കെ. ചോടിൽ എല്ലാരും ഉറങ്ങും. എല്ലാരും ഞാൻ മോന് കഴിഞ്ഞു. ശരി, ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ ചേച്ചിയുടെ ചാനൽ. ലക്ഷ്മിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു. ബൈ. See you later. ചേച്ചി ആയിട്ടുള്ള മെമ്മറീസ്. എനി മെമ്മറീസ് വിത്ത് മീ? മെമ്മറി ഉണ്ടോ ചേച്ചിയായിട്ട്? ചേച്ചീനെ എപ്പാ കാണുന്ന ആദ്യമായിട്ട്? 23rd. ഏത് 23rd? ചേച്ചീനെ ഇതിന് മുന്നേ കണ്ടുണ്ടോ? ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടോ? ഞാൻ ആരാ? ഇവിടെ വന്നേ. ലക്ഷ്മി ചേച്ചി ആരാ? എങ്ങനെ പരിചയം ചേച്ചീനെ? നിന്റെ കൂടെ പഠിച്ചതോ? കണ്ടു പഠിച്ചത്. സൂര്യ ചേച്ചിയുടെ ആരാ ഞാൻ? നിന്റെ അമ്മയുടെ ആരാ? ഞാൻ ഇവിടെ മേലെ താമസിച്ച ആളാണോ? ആണ്. ഇനി എന്നെ മറക്കുവോ? ഇനി മറക്കൂല. ചേച്ചി പോവാ. മാങ്ങി പോവും ചേച്ചി അച്ഛൻ്റെ അടുത്ത്. അപ്പക്ക് നീ കുവൈറ്റ് പോവും. അപ്പൊ ഇത്ര മെമ്മറീസ് ഉള്ളൂ. ഹലോ, ഇത്ര മെമ്മറീസ് ഉള്ളൂ. അവനൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. മാമിക്ക് എന്നെ കുറിച്ചുള്ള മെമ്മറീസ് എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു. ഈ ഫസ്റ്റ് ടൈം വീട്ടിൽ കയറി വന്ന ഒരു മെമ്മറിയാണ്. കാറിൽ ഇറങ്ങി വന്നത്, ഒരു കുഞ്ഞ് ഉടുപ്പ് ഇട്ടിട്ട് ബാൽക്കണിയിൽ എൻ്റെ ഒരു സോഫ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി നിന്ന് അതിൻ്റെ മുകളിൽ തുള്ളാൻ സ്റ്റാർട്ട് ചെയ്ത് കയ്യിലൊരു ഡോളുണ്ടായിരുന്നു. അത് പിന്നെ വന്ന് കയറിയും കണ്ട് പപ്പേനെ എന്നെയും കാണുമ്പോൾ തന്നെ ആരും പറയാതെ എന്നെ പപ്പേന്ന് വിളിച്ചു. എന്നെ മാമിന്ന് വിളിച്ചിട്ട് വന്ന്. അപ്പം തന്നെ നീ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മളെന്തോ സ്വന്തമാക്കി മാറ്റിയ പോലത്തെ ഒരു ഫീലായിരുന്നു. എൻ്റെ കുട്ടികളപ്പോൾ കുറച്ച് വലുതായി ഹൈസ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ചെറിയ കുട്ടി കയറി വന്ന പോലെയുണ്ട് ഞങ്ങളെ വീട്ടിൽ. ഞാനപ്പോ കയറി വരുമ്പോ എങ്ങനെയാ തോന്നിയത്? ഇനിയിപ്പോ പാക്കിംഗ് ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കില്ല അച്ഛനമ്മയൊക്കെ വന്നപ്പോ? അവര് അതിൽ ബിസി ആയിരുന്നു. കാറിന്ന് സാധനം ഇറക്കുന്നതിലും മേലെ കൊണ്ടുപോകുന്നതിലും അല്ല. പക്ഷെ നീ താഴെ ഞങ്ങളെ കൂടെ തന്നെ കയറി വന്ന് താഴെ തന്നെയായിരുന്നു കുറേ നേരം അവർ സെറ്റിൽ ആവുന്നവര്. പിന്നെ പതിവായി മേലേന്ന് എപ്പോഴും താഴെ വരും. പപ്പ കടയിൽ നിന്ന് വന്നോ അപ്പോൾ ഒരു രഘുമാമനും ഉണ്ടായിരുന്നു. ആ നപ്പിന് താഴെ ഇറങ്ങി വരും. അവർക്ക് വന്നപാടെന്താ കഴിക്കാൻ കൊടുക്കുന്നത് അതിലായിരിക്കും ശ്രദ്ധ.
എന്തായാലും ഒരു ഷെയർ ലക്ഷ്മിക്ക് വേണം. അത് രാഘുമാമ വരുന്ന സമയത്ത് രാഘുമാമ കഞ്ഞിവെള്ളം അത് പ്രത്യേകിച്ചിട്ട് ലക്ഷ്മിക്ക് വേറെ പ്ലേറ്റിൽ കൊടുത്താൽ അവരെ കയ്യിൽ എന്താ ഉള്ളത് അതിന്റെ മുകളിലായിരിക്കും. അതാണ് അവള് ഞാൻ കിട്ടാൻ വേണ്ടി അവരുടെ അടുത്ത് പോയിരിക്കുന്നു രാഘവമാമന്റെ. അപ്പൊ എനിക്ക് തരും. രാഘവമാമ പപ്പയുടെ പപ്പയുടെ മാമൻ. പപ്പ എന്ന് പറഞ്ഞാൽ സൂര്യ ചേച്ചി ലക്ഷ്മി ചേച്ചി പപ്പ. പിന്നെ ഇത് തന്നെ പപ്പ കുളിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ വായിക്കാനിരുന്നാൽ അടുത്ത് പോയിരുന്ന് പപ്പയെ വിളിച്ചിട്ട് കുറെ കഥ പറയൂ. ചിലപ്പം പപ്പേന്റെ കൂടെ കല്യാണം കഴിക്കുന്ന ആക്ടിങ് ചെയ്യൂ. അതിന് പപ്പയുടെ കൂടെ ഞായറാഴ്ച ബീച്ച് കൊണ്ടുപോകാൻ അശ്വിന്റെ വീട്ടിലും പപ്പേട്ടന്റെ വീട്ടിലൊക്കെ പോകാൻ പോകും. ഞായറാഴ്ച പപ്പയും ഞങ്ങളും പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ എൻ്റെ കൂടെ വരും. എവിടെ പോകുമ്പോൾ ഞങ്ങളിൽ പിന്നെ മരിച്ച വീട്ടിൽ പോകുമ്പോ നിങ്ങൾക്ക് സഞ്ചയനം ഉണ്ടാവില്ലേ? അപ്പൊ ബ്രെഡ് ഇഷ്ടം കഴിക്കാൻ വേണ്ടി ഒരു മരിച്ച വീട്ടിൽ എൻ്റെ കൂടെ ഇങ്ങനെ കരഞ്ഞ എൻ്റെ വയ്യ വന്നു. മരിച്ച വീടല്ലേ നീ വരണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ സാരിയില്ല വന്നോട്ടെ എന്ന് പറഞ്ഞ് അപ്പൊ അവിടുന്ന് എല്ലാവർക്കും ചായ കൊടുക്കുമ്പോ എനിക്കും തന്നോളൂ. ശരിയാ, അങ്ങനെയാണ് ബ്രെഡ് ഇസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല, ഇവിടെയാണ് അതുള്ളൂ, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? അങ്ങനെ പിന്നെ മക്കള് പഠിക്കുമ്പോ അവരെ കൂടെ ഇരുന്നിട്ട് പഠിക്കാനും പിന്നെ ഒരു ഇൻട്രസ്റ്റ് ബുക്കെല്ലാം എടുത്ത് എനിക്കും പഠിക്കണം. പിന്നെ നല്ലോണം ലക്ഷ്മി പഠിക്കുന്നുണ്ട്. പാഴ്സരെല്ലാം കഴിച്ച് വെച്ച് കാലിലുള്ളത് അമ്മേനോട് അമ്മ അറിയാതെ താഴെ എന്റെ മീൻകറി ജീവനായിരുന്നു. ഇപ്പൊ വന്നപ്പോൾ ഞാൻ കഴിച്ചു മീൻകറി, നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ ചപ്പാത്തി ചുടുമ്പോ ചപ്പാത്തിന്റെ മണം കേട്ടാൽ ഓടി വരും. ഫുഡായിരുന്നു മെയിൻ വീക്ക്നെസ്, അതാണ് സത്യം പറഞ്ഞത്. കാരണം മേലെ കിട്ടുന്ന ഫുഡിനെക്കാട്ടൊക്കെ ഇഷ്ടം താഴെ കിട്ടുന്നത്. വെച്ചാൽ മേലൊന്നും കിട്ടാത്തോണ്ടല്ല, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ എന്നാൽ പോലും താഴെ വരുമ്പോൾ എനിക്കൊരു ആശ്വാസം. ചപ്പാത്തി പരത്തുന്നുണ്ട്, അതിന്റെ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ ചപ്പാത്തിന്റെ മണത്തിൽ ഓടി വരും. അവളെ അമ്മ എന്ത് ചുട്ടാലും അവൾക്ക് ഇഷ്ടപ്പെടില്ല, എല്ലാം മാമീൻ്റെതാണ് അവർക്ക്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്നു, ഞാൻ കഴിക്കാറുണ്ടായിരുന്നൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു ഇവിടെ വന്നപ്പോ. പിന്നെ സ്കൂളിൽ പോകുമ്പോ അവളെ അച്ഛൻ കാറിൽ കൊണ്ടുപോകാൻ പപ്പ കടയിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പം പപ്പേന്റെ കൈ പിടിച്ചിട്ട് നടന്നിട്ട് സ്കൂളിൽ പോകും. പപ്പേന്റെ കൂടെ പോയാൽ മതിയെന്നും പറഞ്ഞിട്ട് പപ്പേന്റെ കൂടെ അച്ഛൻ കാർ എടുത്തിട്ട് വരാമോ നോക്കുമ്പോ ലക്ഷ്മിയില്ല പപ്പേന്റെ കയ്യും പിടിച്ചിട്ട് റോഡും പല്ലി. എന്റെ ഓർമ്മയില് അച്ഛൻ കാർ പോകാൻ വേണ്ടി ഞാൻ ഈ സ്കൂളിൽ ചേർന്നല്ലോ. അപ്പൊ എന്നിട്ട് കാർ എടുത്ത് ആ സ്കൂളിന്റെ ഈ സ്കൂളിൽ നിന്ന് ഇത്ര അടുത്ത്, എന്നിട്ട് കാർ എടുത്ത് അപ്പുറത്തേക്ക് പോയില്ലേ അച്ഛൻ. ഞാൻ വിചാരിച്ചു കാറായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പല പല ഇത് എല്ലാ അമ്പലത്തിലും ഏത് കല്യാണ വീട്ടിൽ പോകുമോ, ഏത് മരിച്ച വീട്ടിൽ പോകുമോ, എന്ത് തന്നെയായാലും ലക്ഷ്മിക്ക് മേലേന്ന് എന്തെന്നാ ഞങ്ങൾ എവിടെയാ പോകുന്നത് മണത്തറിയും. അപ്പം വരുവോള് നമ്മളെ റിലേറ്റീവ്സിന് എല്ലാം അറിയാം. ഇപ്പോഴും നമ്മളെ റിലേറ്റീവ്സ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെയാ, അതാണ് ലക്ഷ്മി. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. ചിലത് ഓർമ്മ വരുന്നതൊക്കെയാണ് ഷെയർ ചെയ്തത്. അങ്ങനെ അതേപോലെ ലക്ഷ്മിന്റെ എല്ലാ കുടുംബക്കാരെയും നമുക്കും അറിയാം. അവരെല്ലാം നമ്മളെ ഒരാളെ പോലെ. ലക്ഷ്മിന്റെ അച്ഛമ്മ വന്നിട്ടില്ല, ഇതേപോലെ ഞാൻ ലക്ഷ്മിനോട് കാണിച്ച അതേ സ്നേഹം സൂര്യരശ്മിനോടും കാണിച്ചിട്ടില്ല. അച്ഛമ്മ മേലെ വെക്കുമ്പോൾ സാമ്പാർ ചോറ് എന്ത് വെച്ചാലും സൂര്യക്ക് കൊടുക്കും പറഞ്ഞിട്ട് അവരും വരും. പിന്നെ അവരെൻ്റെ കൂടെ അമൃത അമ്മേൻ്റെ അവിടെ പോകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രാവശ്യം അച്ഛമ്മ. ഞാൻ അവരെ കൂടെ പോയിട്ടുണ്ടാവും. നല്ലൊരച്ഛമ്മയായിരുന്നു ലക്ഷ്മിൻ്റെ. പിന്നെ സൂര്യൻ്റെ അന്നത്തെ കാലം അവർക്ക് സൂര്യൻ്റെ കല്യാണം കഴിക്കണം എന്നുള്ള വലിയൊരു തിരക്കിലായിരുന്നു. എൻ്റെ സൂര്യക്ക് എന്തെങ്കിലും ഒരു ജവൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മിൻ്റെ അച്ഛൻ. ഇത് ചെവിക്ക് നല്ല ഭർത്താവിനെ കിട്ടും. അവരതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായി. വളരെ നല്ല സ്ത്രീയായിരുന്നു. അതേപോലെ ലക്ഷ്മിൻ്റെ അമ്മമ്മയും
മുത്തശ്ശനും വളരെ നല്ല വ്യക്തിയായിരുന്നു. മുത്തശ്ശൻ അത്ര സംസാരിക്കില്ല. അമ്മമ്മ താഴെ വന്ന് കുറേ നേരം എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരെയും അറിയാം. ലക്ഷ്മീൻ്റെ ഇളയച്ചനും വേണു മാമനും എല്ലാവരും അറിയാം. എല്ലാവരും വളരെ നല്ല. സാധാരണ തൃശ്ശൂരുകാർ കുറച്ച് അഗ്രസീവാന്നല്ല, പാലക്കാട് തൃശ്ശൂർ അങ്ങോട്ട് കുറച്ച് അഗ്രസീവായിട്ട് ആൾക്കാരാന്ന് പറയാം. പക്ഷെ എനിക്ക് എപ്പോൾ ലക്ഷ്മീൻ്റെ രണ്ട് സൈഡിലുള്ള ഫാമിലിയും വളരെ സോഫ്റ്റ് സ്പോക്കൺ, വളരെ വളരെ സോഫ്റ്റും വളരെ നല്ല ഇതായിട്ടുണ്ട്. എനിക്ക് തലശ്ശേരിയിലെ ഏതൊരാളെക്കാട്ടി ഒരു നല്ല അനുഭവം ഉണ്ടായ ലക്ഷ്മീന്റെ ഫാമിലിയായിട്ട്. ഇവർ 9 വർഷം ഇവിടെ താമസിന്. അപ്പോൾ ഒരു വലിയ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിന്. അത് ഇന്നും ഉണ്ട്. ലക്ഷ്മീനെ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു കസിൻ സിസ്റ്റർ എങ്ങനെ ചെറുതില് ഇതാവരും അതേപോലെ എൻ്റെ മക്കൾക്ക് അവരെ കസിൻ സിസ്റ്ററിനെക്കാട്ടും ചിലപ്പോ ഓർക്ക ലക്ഷ്മിയാണ്. ഞാനായിരുന്നു അവരുടെ എല്ലാം പഠിക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം ഞാനായിരുന്നു. വളരെ എന്റർടൈനിങ് ആയിരുന്നു ലക്ഷ്മി. തമാശക്കാരിയായിരുന്നു. വികൃതി ഉണ്ടായിരുന്നു, വികൃതി ഇല്ലെന്നല്ല, എന്നാലും ഒരു ഗുഡ് ക്വാളിറ്റി വികൃതിയാ. കണ്ട് ചിരിക്കാനും ഓർത്ത് ചിരിക്കാനും എല്ലാം നല്ലൊരു ക്വാളിറ്റി. മാമിയുടെ കൂടെ സീരിയൽ കാണായിരുന്നു ഞാൻ സീരിയൽ കാണുന്നതെല്ലാം അറിയായിരുന്നു. ഇന്നേ സമയം ആ സീരിയല് കാണും. പിന്നെ ദീപാരാധന ചെയ്യാറുണ്ട്. ഒരു ഹിന്ദി ഭക്തിഗാനാണ് മാമി ചൊല്ലാറ്. ആ ഒരു പൂജാമുറി വരുന്ന മുന്നേ അവിടെ പൂജാമുറി അല്ലായിരുന്നു. ആ ഒരു വീട് പോലെ വീടായി കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് മാമിയുടെ കുറെ വിശേഷങ്ങൾ, എന്നോടുള്ള കുറച്ച് മെമ്മറീസ്. കുറെ ഡ്രസ്സൊക്കെ തിന്നുമ്പോ കുറെ സജഷൻസും സൂര്യന്റെ അടുത്തുനിന്ന് വാങ്ങുക. എന്റെ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു സൂര്യ ചേച്ചി. കുറെ കാര്യങ്ങൾ കണ്ണെഴുതിയത്, മുടി വെട്ടിയതൊക്കെ ഫസ്റ്റ് ആണ് സൂര്യ ചേച്ചി ആയിരുന്നു. സൂര്യ ചേച്ചിയുടെ കൂടെയുള്ള മെമ്മറീസ് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലർ, തലശ്ശേരിയിലെ ബ്യൂട്ടി പാർലർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത എല്ലാ ഡ്രസ്സും കുറെ വാങ്ങുന്ന എല്ലാം രശ്മി ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ രശ്മി ചേച്ചി കുറെ പുറത്തൊക്കെ പഠിച്ചോണ്ട് അധികം വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആള് പോയില്ലേ, അത്ര സമയം ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ചെറുതാണെങ്കിലും ലക്ഷ്മീന്റെ അമ്മയും ഫ്രീ ആയിട്ട് വിടുമായിരുന്നു ലക്ഷ്മീനെ. കാരണം അവള് നമ്മളെ കൂടെ സേഫ് ആണെന്ന് അവർ എവിടെ പോകുമ്പോ ദൂരെ യാത്ര പോകുമ്പോ നമ്മള് ലക്ഷ്മീനെ കൂട്ടിയിട്ടുണ്ട്. ലക്ഷ്മീന്റെ കൂടെ ഞങ്ങളും പോയിട്ടുണ്ട്. എന്റെ കുട്ടികളും ലക്ഷ്മീന്റെ കൂടെ പോയിട്ടുണ്ട്. വർഷത്തിക്കടവ്, മൂകാംബിക, അങ്ങനെയൊക്കെ യാത്ര. അങ്ങനെ സൂര്യ ചേച്ചി വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പാലപ്പുറം ഒരു വീട്ടിലും അങ്ങനെയെല്ലാം ചേച്ചി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇവരും ഒരു ദിവസം വരുന്നതായിരിക്കും എപ്പോഴും. എല്ലാവരും ലക്ഷ്മീന്റെ വീട് കാണുന്നുണ്ട്. ഗുരുവായൂരപ്പൻ വിളിക്കട്ടെ, അപ്പം കറക്റ്റ് സമയമാകുമ്പോഴേ എത്തുള്ളൂ. അപ്പൊ അതൊക്കെയാണ് മെമ്മറീസ് അല്ലെ. ഞാൻ പറഞ്ഞ മെമ്മറീസ് ഒക്കെ കുറച്ച് ഷെയർ ചെയ്താണ്. നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. സൂര്യ ചേച്ചി, മാമിയും ഡുഗുവാണ് പാട്ടൊക്കെ പാടിയില്ലേ, അവനാണിത്. ഡുഗുവും മാവിയും കൂടി. സൂര്യ ചേച്ചി കൂടെ എനിക്ക് മെമ്മറീസ് പറയാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. അപ്പൊ ഞാൻ എടുത്താലും ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക. അപ്പൊ ഒന്ന് ജസ്റ്റ് ടൗൺ വരെ പോകുമെന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ചനല്ല ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ഒരു ചേട്ടൻ വരും, അതിന് ഞങ്ങളെ കൊണ്ടാക്കും. എന്നിട്ട് എന്നെ മാഹിയിലാക്കി തരും. അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഇവരെല്ലാവരും വരും. ചെറിയ വിഷമമുണ്ട്, കാരണം പെട്ടെന്ന് പോയി ദിവസങ്ങൾ. വ്യാഴാഴ്ച തൊട്ട് ഇത്രയും പെട്ടെന്ന് പോയി. ലേശ വിഷമമുണ്ട്, എന്നാലും പോവാണ് ഞങ്ങൾ. കുറച്ച് വിശേഷങ്ങൾ ഇനി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഇനി ചേച്ചിയാണ് നമ്മുടെ മെമ്മറീസ് പറയാൻ പോകുന്നത്. സൂര്യ ചേച്ചി ഞാൻ പറയാം. കോൺഷ്യസ് ആവണ്ട, സാധാ പോലെ പറഞ്ഞാൽ മതി. ഓക്കെ, ഒച്ചേ പറഞ്ഞോ. ഞാൻ ഫസ്റ്റ് നീ വന്ന മെമ്മറി പറയാം. നീ ഫസ്റ്റ് ടൈം കണ്ടത്. നീ ഫസ്റ്റ് ടൈം വരുമ്പോൾ അങ്കിളിന നീ ഒരാൾ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരു കുഞ്ഞു കുട്ടിയും കൂടെ ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു, കൂടെ വരുന്നുണ്ട്. അങ്കിൾ അതിന് മുന്നേ വന്ന് സംസാരിച്ച് പോയതാണ്.
അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ആരാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു ഈവനിങ് സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ കാറ് താഴെ പാർക്ക് ചെയ്ത് വെച്ചു. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുഞ്ഞു ഡോളും ഒരു മഞ്ഞ ഉടുപ്പും സ്മോൾ കഷ്ണൻ ഉടുപ്പ് മുട്ടികൾ കയറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു സാധനം നിറയെ മണിയുള്ള പാദസരിട്ട് ചിരിയാക്കിയിട്ട് ഓടി വന്നു. ഓടി നേരെ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലെ നേരെ വന്ന് ഞാനും എൻ്റെ സിസ്റ്റർ ഇരുന്ന് പഠിക്കായിരുന്നു ഡൈനിങ് ടേബിളിൽ. അപ്പോൾ നേരെ വന്ന് ഡൈനിങ് ടേബിളിൽ കയറിയിരുന്ന് ഫുൾ ആക്ഷനായിരുന്നു. ചായ ഉണ്ടാക്കുക. ഒരു ബാഗും ഉണ്ടായിരുന്നു, കുഞ്ഞു ബാഗ്. അതിൻ്റെ അകത്ത് നിന്ന് അത് പുറത്ത് വെച്ചിരുന്നു. പക്ഷേ ഒരു കപ്പും പിന്നെ ഒരു പ്ലേറ്റും ഒരു ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടായിരുന്നു ആ കുഞ്ഞു ബാഗിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കയറിയിരുന്നു. എനിക്കും എൻ്റെ സിസ്റ്ററിന് ചായ കുടിക്കാൻ വെക്കുക കണ്ടിന്യൂസ് അതായിരുന്നു. ഒരു 10-20 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു ചായ കുടിച്ച് മതി, ഇനി കഴിക്കാൻ തരും. അപ്പോൾ പിന്നെ പ്ലേറ്റ് എടുത്തു, കുക്കറിൽ വെക്കുന്ന പോലെ എന്നുള്ളൊരു സൗണ്ട് ആക്കും. കുക്കറായി എന്നാ തുറക്കാൻ പറഞ്ഞിട്ട് പിന്നെ അടുത്ത കഴിക്കാൻ തരും. കഴിക്കാൻ ഭയങ്കര കുക്കിംഗ് ആണ്, ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. അതൊരു അത്ര മെമ്മറി ഇല്ല, ചെറുതായിട്ടേ ഉള്ളൂ, ഇവര് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അതൊരു കോർ മെമ്മറിയാ. പിന്നെ എനിക്ക് നിന്നെ ഒരു തവണ ടൗണിൽ കൂട്ടിക്കൊണ്ടായ ഒരു മെമ്മറി ഉണ്ട്. നീ ഒരു റെഡ് ഫ്രോക്കും ഫുൾ മാച്ചിങ്ങല്ലിട്ട് മുടിയൊക്കെ കെട്ടി ഞാനും നീയും മാത്രം ടൗണിൽ പോവാം. എനിക്കെന്തോ വാങ്ങാനുണ്ട്. അപ്പം നീയും വരുന്നത് പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാണ്ട് ഞാൻ കൊണ്ടുവന്നു, സൂക്ഷിച്ച് കൊണ്ടുവന്നാണ്. നീ ഫുൾ റെഡി. ഞാൻ സൂക്ഷിച്ച് പോകും അമ്മേ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പറഞ്ഞിട്ട് കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ ടൗണിൽ പോയി. ഞങ്ങൾ ടൗണിലെ ലോഗൻസ് റോഡിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു മേളയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിറയെ ഊഞ്ഞാലുണ്ടായിരുന്നു ഫുള്ളിന്. അപ്പം നീ അത് കണ്ടപ്പോൾ പറഞ്ഞു ചേച്ചി എനിക്ക് ആ ഊഞ്ഞാലിരിക്കണം. ഞാനിപ്പം പഠിക്കുകയാണോ ജോലി കിട്ടിയോന്ന് എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല. അപ്പം എൻ്റെ കയ്യിൽ അത്ര കുറേ കാശൊന്നും നമുക്ക് ഇരിപ്പില്ലായിരുന്നു. ഊഞ്ഞാലിന് എത്ര പൈസ ഉണ്ടാവുമെന്നും അറിയില്ല. ഞാൻ പറഞ്ഞു അത് നിറയെ ഊഞ്ഞാല നിറയെ കാശായിരിക്കും, ഞങ്ങൾക്ക് ഐസ്ക്രീം കുടിക്കാം. നീ പറഞ്ഞില്ല എനിക്ക് എന്തായാലും ഇരിക്കണം. നീ റോട്ടിൽ വെച്ച് ചെറുങ്ങനെ കരയാൻ തുടങ്ങി. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞങ്ങൾക്ക് ഊഞ്ഞാലിരിക്കാം, അവിടെ എത്തിയിരുന്ന് ഇതിനെ ആട്ടിത്തരാം. അതിനുശേഷം പക്ഷേ ഞാൻ ചോദിക്കും നല്ലയാണോ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം നീ പറയണേ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ബിക്കോസ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്. അപ്പം നീ ഓക്കെ പറഞ്ഞു, കൂടെ വന്നു. ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. ലക്ഷ്മി ഇഷ്ടപ്പെട്ടോ? ലക്ഷ്മൺ അയ്യോ ചേച്ചി ഇതെല്ലാം ഇഷ്ടപ്പെട്ടില്ല പറയേണ്ട ഊഞ്ഞാൽ. അയ്യോ സെയിൽസ്മാൻ്റെ മുന്നും ഞാനിവിടെ ഊഞ്ഞാലിനെടുത്ത് ഓടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരുപാട് മെമ്മറികളുണ്ട്. പിന്നെ നീ വ്യാഴാഴ്ച ദിവസം താഴെ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം താഴെ താമസിക്കാൻ വരുന്നൊരു മെമ്മറി. തൊട്ട് മേലെയാണ് എന്നും പാദസരൊക്കെ ഊരി വെച്ചു. ആൻറ്റി എന്തൊക്കെ കുക്ക് ചെയ്യുന്ന സമയമാകുമ്പോൾ നീ വെല്ലനെ പോയി നിന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തൊക്കെ ഒരു കുഞ്ഞു സഞ്ചിയിൽ ഒരു ഡ്രസ്സ്, പിന്നെ നെക്സ്റ്റ് ഡേ ബ്രഷ് ചെയ്യാനുള്ള ബ്രഷ്, പേസ്റ്റ്, പൗഡർ, പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സിന് വെച്ചാൽ വള, കെട്ടാനുള്ള ഹെയർ ബാൻഡ് ഒക്കെ എടുത്തിട്ട് ഒരു സഞ്ചിയിൽ കെട്ടും. എന്നിട്ട് സ്റ്റെയറിൻ്റെ ഇടയിലേക്കുള്ള സ്പേസിലേക്കൂടി താഴെ ഇടും. പാദസരം ഊഴി വെക്കും. എൻ്റെ ആൻറ്റി കാര്യമായിട്ട് വേറെ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓടി വന്ന് അപ്പോഴും തന്നെ ഒരു ചെറുപട വച്ചിരിക്കും. ഇതെനിക്ക് നല്ല മെമ്മറി ഉള്ള ഒരു കാര്യം. എന്നിട്ട് താഴെ വന്നിരിക്കും. അപ്പൊ പിന്നെ കളിക്കുന്നായിരിക്കും താഴെ. TV കാണുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും, ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആൻറ്റി ഇവിടെ വിളിക്കാൻ വരും രാത്രിയൊക്കെ. ലക്ഷ്മി വരൂ ഇറങ്ങാനായി. ആൻറ്റി വരുന്നതെന്ന് കാണുമ്പോൾ ഓടിപ്പോയി ഞങ്ങളെ ബെഡിൽ നടുവിൽ സ്പേസിൽ കിടന്നുറങ്ങും. കാരണം വെച്ചാൽ ഇവർക്ക് എൻ്റെ ലക്ഷ്മിയുടെ നടുവ് തന്നെ കിടക്കണം. ഞങ്ങളെ രണ്ടാളെയും നടുവ് തന്നെ കിടന്നുറങ്ങണം. അതുകൊണ്ട് നടുവിലുള്ള സ്പേസിൽ ഉറങ്ങും. ഇവിടെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഫുൾ അഭിനയിക്കും. എന്നെ ചേച്ചി കുളിപ്പിക്കണം, പിറ്റേ ദിവസം ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, ഒക്കെ ചേച്ചിയാണ്. ഇവര് ചെയ്യുന്ന ഒക്കെ സാധനങ്ങൾ എന്റെ മുഖത്തിട്ടാണ്. ലിപ്സ്റ്റിക് അതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് പണ്ട്. പക്ഷെ അത്ര എന്ന് വെച്ചാൽ ഫോണത്തെ സ്റ്റോറേജ് കഴിഞ്ഞു. അപ്പൊ ചേച്ചിയുടെ ഫോൺ എടുക്കാന്ന് വെച്ചു. അപ്പൊ എനിക്ക് എല്ലാ ചേച്ചി ചെയ്തു തരണം. ലക്ഷ്മി ചേച്ചി ഹോസ്റ്റലിലായിരുന്നു, എന്നാൽ പോലും അത്യാവശ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ചേച്ചിമാരും ചെയ്തതാണ്. ചേച്ചിമാരുടെ കൂടെ തന്നെയായിരുന്നു ഫുൾ. ഇനി എൻ്റെ മെമ്മറീസ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നതുകൊണ്ട് അധികം ഒന്നും പറയാൻ പറ്റിയില്ല. ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ
അപ്പോൾ ഗൈസ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ ഒരു 11:30 ആവാനായി. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്, ഒറ്റപ്പാലത്തേക്ക്, ഞാനും അമ്മയും അച്ഛനും. അപ്പോൾ ഇന്നലെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയില്ല സൂര്യ ചേച്ചിയുടെ അടുത്ത്. പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയി. എനിക്ക് ചേച്ചി ഡ്രസ്സൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വിഷ്വൽസ് ഞാൻ എടുത്തില്ല, കുറച്ച് ഇതിലായിരുന്നു. അങ്ങനെ ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോഴേക്കും എൻ്റെ ഇവിടെ കൊണ്ടാക്കി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. ചേച്ചിയും ഡുഗും കൂടി വന്ന് കൊണ്ടാക്കി. മാമിയൊന്നും ഇറങ്ങിയില്ല, കാരണം ബാബ ഉറങ്ങുമായിരുന്നു. അപ്പം അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല. കൊണ്ടാക്കി. എനിക്ക് അവർ പോണ വീഡിയോ ഒന്നും എൻ്റെ മെമ്മറിയിൽ പോലും വന്നില്ല. വീഡിയോ എടുക്കണം അങ്ങനെയൊന്നും എനിക്ക് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതേ മറന്നതാണ്. അതെനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടല്ലായിരുന്നു. കാരണം എൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല. അവരെ അവിടെ വഴി കൊണ്ടാക്കുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ കഴിച്ച് അങ്ങനെ കടന്നുറങ്ങി. ഇത് അച്ഛൻ വേറൊരു വീട്ടിലേക്ക് മാറിയിരിക്കുക അപ്പോൾ പണ്ട് വേറൊരു സ്ഥലത്തായിരുന്നു താമസം. ഇപ്പോൾ അവിടെ നിന്ന് മാറി ഇത് പുതിയ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് സെക്കൻഡ് ഡേ ഇന്ന് പുതിയ വീടാണ്. പുതിയ വീടെന്ന് പറഞ്ഞാൽ റെൻറ്റിനല്ല അച്ഛൻ. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഞാനും താമസിക്കുന്നത്. ജസ്റ്റ് വന്ന് കണ്ടുപോയിട്ടേ ഉള്ളൂ അന്ന് ഫസ്റ്റ് ഡേ വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിങ്ങും അതൊക്കെ കഴിഞ്ഞ് ഇവർ ഒന്ന് സെറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നാളെ എനിക്ക് കോളേജ് ഉണ്ട്. അപ്പോൾ അച്ഛനും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് 12:15 അങ്ങനെ എന്തോ ആണ് ട്രെയിൻ മാഹിന്ന്. ഒറ്റപ്പാലം ഒരു 5 മണി 5:30 ആകുമ്പോഴേക്ക് എത്തും തോന്നുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു 4-5 days മാഹിയിൽ അങ്ങോട്ട്. മാഹി എന്ന് പറഞ്ഞാൽ തലശ്ശേരി ആയിരുന്നു. ഞാൻ മാഹിയിലുണ്ടായിരുന്നില്ലല്ലോ, അമ്മയായിരുന്നല്ലോ ഇവിടെ. നിറയെ വണ്ടികൾ പോകുന്നുണ്ട്. സോ എനിക്ക് കുറേയൊക്കെ കേൾക്കുമെന്ന് അറിയില്ല, എന്നാലും അതാ പോവാണ്. പിന്നെ ഇന്നലെ സുൽജി ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞു. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചേച്ചിക്ക് ഇനിയും മെമ്മറീസ് ഉണ്ട്. കാരണം ഇതിൽ കുറേ സ്റ്റോറീസ് ഞാൻ കേട്ട സ്റ്റോറീസ് ഉണ്ട്. ചേച്ചി ഇങ്ങനെ ഞാൻ വന്നപ്പോൾ തൊട്ട് ഓരോരോ മെമ്മറി ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ വോയിസ് കഴിച്ചപ്പോൾ അങ്ങനെയാണെന്നൊക്കെ കുറേ മെമ്മറീസ് പറയുന്നത്. എനിക്ക് ചിലതൊന്നും ഓർമ്മയില്ലാത്ത മെമ്മറീസാണ്. ഞാൻ കുട്ടിയാണല്ലോ, പക്ഷേ എനിക്ക് ഓർമ്മയുള്ള കുറേ മെമ്മറീസ് ഉണ്ട്. മാഹിത്തെ അല്ലെങ്കിൽ തലശ്ശേരിത്തെ കുറേ മെമ്മറീസ് ഉണ്ട്. ഞാൻ ആ വീട് ബേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ മെമ്മറി ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, അല്ലാണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഏട്ടൻ്റെയും കൂടെയും അല്ലാണ്ട് മെമ്മറീസ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇതൊരു വലിയ ലോങ് വീഡിയോ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആ വീടും പരിസരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മെമ്മറീസും അങ്ങനെയൊക്കെ പറഞ്ഞത് അവരെയാണല്ലോ ഞാൻ മെയിനായിട്ട് കാണാൻ പോയത്. ചേച്ചി കുറച്ച് ദിവസം അങ്ങനെ കുവൈറ്റിക്ക് തിരിച്ചു പോകും. രശ്മി ചേച്ചിയെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്ക് വെയ്യായ വന്നു. ചേച്ചി അപ്പം തിരക്കായി പോയി. അവർ പോകുന്ന ഒരു ടൈമായിരുന്നു. അപ്പം ചേച്ചി തിരിച്ച് അമേരിക്കയിൽ പോയി. ഇനി എപ്പോൾ കാണണമെന്നൊന്നും എനിക്കറിയില്ല. ചേച്ചി കണ്ടിട്ട് ഞാൻ കുറേ 2 years ആയി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പപ്പയുടെ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പപ്പേനെ നന്നായി മിസ് ചെയ്തു. പപ്പേനെ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ അല്ലെങ്കിൽ പപ്പി അവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ എനിക്ക് ചേച്ചി പറഞ്ഞൊരു മെമ്മറി ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോഴേക്ക് സ്റ്റോറേജായി, സമയത്തായി, ലേറ്റായി. അപ്പോൾ ചേച്ചിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഫുള്ളായിട്ട്. എന്താ വെച്ചാൽ ചേച്ചി ഒരു മെമ്മറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ MBAക്ക് പഠിക്കുകയായിരുന്നു ചേച്ചി. അപ്പോൾ കുറേ വലിയ ബുക്സ് ഉണ്ടാവും. അപ്പോൾ ചേച്ചി പഠിക്കുകയായിരിക്കും. ഞാനൊന്നും മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ മുന്നിലൊരു ബുക്ക് വെച്ചിരുത്ര, വലിയ ബുക്ക്. അങ്ങനെ വലിയ ബുക്ക് വെച്ച് തന്നിട്ട് ഞാനത് ഇതിന് വായിക്കത്ര. എന്തൊക്കെ ശബ എന്തൊക്കെയോ വായിക്കും. അറിയില്ലല്ലോ, കുഞ്ഞു കുട്ടികൾ, ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും വായിക്കാൻ അറിയാത്ത പ്രായമല്ലേ. അപ്പം അങ്ങനെ വായിച്ചിട്ട് ഞാൻ പറയും ഇത്ര, ഇനി അടുത്ത ബുക്ക് ഇതൊക്കെ പഠിച്ച് ഇനി അടുത്ത ബുക്ക് എടുക്കുക. അപ്പോൾ ചേച്ചി പറയും ഇത്ര, ഇതെന്നെ ഒന്നും കൂടി ഇരുന്ന് വായിക്കുക. അങ്ങനെയൊക്കെ പറയുന്നത് എന്തൊക്കെയോ മെമ്മറീസ് ഉണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നൊരു മെമ്മറി. അതിപ്പോൾ ചേച്ചി പറയുമ്പോഴാണ് അതിനൊരു രസം കാണും. ചേച്ചിക്ക് ഉണ്ടായ കുറേ മെമ്മറീസാണ്. ഇപ്പോൾ രശ്മി ചേച്ചിയോട് ചോദിച്ചാൽ രശ്മി ചേച്ചിക്ക് ഉണ്ടാവും മെമ്മറീസ്. ഞാൻ രശ്മി ചേച്ചി എവിടെ ഒരു ദൂരെ സ്ഥലത്ത് ഹോസ്റ്റലിൽ എവിടെ പഠിക്കും, സ്ഥലമൊന്നും ഓർമ്മയില്ല, എന്നാലും നല്ല ദൂരമുണ്ട്. അവിടുന്ന് ചേച്ചിനെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഞാനും അമ്മയും മാമിയും കൂടി പോയിട്ട് അതാണ് രശ്മി ചേച്ചിയുടെ ഇത്. സൂര്യ ചേച്ചിയുടെ ബർത്ത്ഡേ ഞങ്ങൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സൂര്യ ചേച്ചിയുടെ ബർത്ത്ഡേ ഒരുമിച്ചാണ്. എൻ്റെ December 5th ചേച്ചിയുടെ December 8th. അപ്പോൾ രശ്മി ചേച്ചി ആയിരുന്നു കൂടി ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു മഞ്ഞ ഡോളർ ഗിഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരു റൂമിൽ വെച്ച് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറി ഉള്ളൊരു കാര്യമാണ്. അങ്ങനെ നിറയെ മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് എനിക്ക് മാഹി. ഒറ്റപ്പാലത്തെക്കാട്ടും മെമ്മറിയാണ്. ഒറ്റപ്പാലത്ത് ആകെ എനിക്കുള്ള വെക്കേഷന് ഇപ്പോൾ എൻ്റെ മേമയുടെ മോനും അല്ലെങ്കിൽ എൻ്റെ മാമന്മാരുടെ മക്കളും ചിത്രയും രജിത്തേട്ടനും ഇവരൊക്കെ ആയിട്ടുള്ള മെമ്മറീസാണ് എനിക്ക് കൂടുതൽ. കസിൻസൊക്കെ വരുമ്പോൾ പൂക്കളിടുക, വിഷുവിന് പടക്കം പൊട്ടിക്കുക, അച്ഛൻ്റെ അമ്മ ഒരു വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ മെമ്മറീസാണ് അവിടെ ഉള്ളത്. ചെറുപ്പം പിന്നെ വലുതാവാൻ തുടങ്ങിയല്ലോ, അങ്ങനെ കുറേ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ തിരിച്ചൊറ്റപ്പാലം പോവുകയാണ്. കുറേ മെമ്മറീസ് ഒന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല, ഇനിയുണ്ട് നിറയെ. ഇത് ഇങ്ങനെ നിർത്തുകയാണ്. ഇത് നല്ല കുറേ നേരം ഉണ്ട്. ഞാൻ അത്യാവശ്യം എനിക്കൊന്നും കട്ട് ചെയ്യണം എന്നില്ല, കാരണം എനിക്ക് അങ്ങനെ റോ ആയിട്ട് എല്ലാം വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വെക്കുകയാണ്. സോ
സോ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മാഹി വ്ളോഗ് ഇപ്പം തൽക്കാലത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കൂടി ഇടാൻ നിങ്ങൾക്ക്, ട്രാവലിംഗ് വ്ളോഗ് തിരിച്ച് ബാക്ക് ടു ഒറ്റപ്പാലം, അത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, അതന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ളാക്കി ഇരുന്ന് കണ്ടു നോക്ക്. എനിക്ക് എഡിറ്റിംഗ് വലിയ സ്കിൽസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ആഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ വീഡിയോ എനിക്ക് മെമ്മറിയുള്ളൊരു വീഡിയോ ആണ്, എനിക്ക് ഭയങ്കര എടുത്ത് വെക്കണം. അപ്പം നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ അനുസരിച്ച് വീഡിയോ ചെയ്യണം നല്ലോണം. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും കുറച്ച് ഫെയിമൊക്കെ നേടും നീ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇതായിരുന്നു അങ്ങനെയൊക്കെ. സോ ഞാൻ ഈ ഒരു 5 days ഭയങ്കര ഹാപ്പി ആയിരുന്നു. തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫ്, കോളേജ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് നമ്മൾ വേണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിറഞ്ഞതാണ് വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള സ്നേഹം എനിക്ക് തിരിച്ചു തരിക. എനിക്ക് ഫസ്റ്റ് ഞാൻ ട്രാവലിംഗ് വ്ളോഗ് ഇട്ടപ്പോൾ നല്ലൊരു റെസ്പോൺസ് കിട്ടി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല, കാരണം കുറച്ച് മിക്സ് എടുത്തിട്ടുള്ളൂ. എന്നാലും എനിക്ക് നല്ലൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ഐ ലവ് യു ഓൾ, ബൈ.